ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റി 50,000 കോടി രൂപയ്ക്ക് മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷമായി. 500 അഴിമതികളും ക്രമക്കേടും എങ്കിലും ഈ ഒരു ഊരാളുങ്കൽ സൊസൈറ്റിയെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു അന്വേഷണം പോലും ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ സർക്കാർ, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ നടത്താൻ തയ്യാറായിട്ടില്ല. അതായത് ഊരാളുങ്കൽ സൊസൈറ്റിയും ഇടതുപക്ഷ പ്രസ്ഥാനവും കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണവും തമ്മിൽ അനിഷേധ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. 25,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള അഴിമതിയാണ് ഇതിൽ പുറത്തു വരാൻ പോകുന്നത്. വ്യക്തമായ അന്വേഷണം നടത്തിയാൽ ഇതിന് വിപുലമായ ഒരു അന്വേഷണ സംഘം ആവശ്യമാണ്. വലിയ ഒരു സമയവും ഇതിനാവശ്യമാണ്. നമസ്കാരം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി സർക്കാരിൻ്റേത് ഉൾപ്പെടെയുള്ള നിരവധി നിർമ്മാണ പ്രവൃത്തികളാണ് നടത്തിയിരിക്കുന്നത്. ഈ നിർമ്മാണ പ്രവൃത്തിയിൽ നിരവധി അപാകതകളും അഴിമതി ആരോപണങ്ങളും ഉൾപ്പെടെ നിറഞ്ഞു നിന്നിരുന്നു. കഴിഞ്ഞ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ അന്വേഷണവും നടത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ചുള്ള ഓഡിറ്റും, അതായത് സമഗ്രമായ ഓഡിറ്റും വിജിലൻസ് അന്വേഷണവും ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകനായ പായിച്ചിറ നവാസ് നിലവിലുള്ള മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയിരിക്കുകയാണ്. ഈ പരാതി അന്വേഷിക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോടിപ്പോൾ ചേരുകയാണ് ഈ പരാതി നൽകിയ പൊതുപ്രവർത്തകനായ പായിച്ചിറ നവാസ്. കഴിഞ്ഞ ആഴ്ചയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന് ഞാനൊരു പരാതി നൽകിയത്. പരാതി എന്തായിരുന്നു എന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും മുഴുവൻ കൺസ്ട്രക്ഷനും നടത്തിപ്പോരുന്നത് ഒരേ ഒരു കമ്പനിയാണ്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റി പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു അത്ഭുതമായി തോന്നും. 50,000 കോടി രൂപയ്ക്ക് മുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷമായി. 50,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള നിർമ്മാണ കമ്പനികളും ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള നിർമ്മാണ കമ്പനികളും നിർമ്മാണ ഏജൻസികളുമൊക്കെ ഇവിടെ വെറും നോക്കുകുത്തികളായി, ഇവിടെ വെറും ഒരു റബ്ബർ സ്റ്റാമ്പായി ഇരിക്കുകയാണ്. പോലീസിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൺസ്ട്രക്ഷൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലീസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി ഉണ്ട്. ഒരു പണിയും അവർ ചെയ്തിട്ടില്ല. അതുപോലെ നമ്മുടെ ഹൗസിംഗ് ബോർഡ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അവർക്ക് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ്റെ ലൈസൻസ് ഉള്ള ഒരു സംവിധാനമാണ്. മുമ്പ് സർക്കാർ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയൊക്കെ പണി അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും ഇന്ന് നോക്കുകുത്തിയാണ്. അതുപോലെ സർക്കാരിൻ്റെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ സർക്കാർ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളുടെ വീടുകൾ പോലും നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സർക്കാരിൻ്റെ സംവിധാനമുള്ള ഒരു കേന്ദ്രമാണ് നിർമ്മിതി കേന്ദ്രം. അതും ഇന്ന് നോക്കുകുത്തികളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇങ്ങനെയുള്ള സർക്കാർ സംവിധാനങ്ങളിലുള്ള ഒരു കൺസ്ട്രക്ഷൻ സംവിധാനങ്ങൾക്കും ഒരു 1000 കോടി രൂപയുടെ അല്ലെങ്കിൽ 500 കോടി രൂപയുടെ പണി പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഒരേ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, ഒരേ ഒരു കൺസ്ട്രക്ഷൻ സൊസൈറ്റിയാണ് ഇവിടെ പണികൾ ചെയ്തിരിക്കുന്നത്. അതും 50,000 കോടി രൂപയ്ക്ക് മുകളിൽ. ഈ കൺസ്ട്രക്ഷൻ ഈ ഒരു സൊസൈറ്റിയെക്കുറിച്ച് നിരവധി ആരോപണങ്ങളും ക്രമക്കേടുകളും അഴിമതികളും ഓരോ ദിവസം കഴിയും തോറും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു 500 അഴിമതികളും ക്രമക്കേടും എങ്കിലും ഈ ഒരു ഊരാളുങ്കൽ സൊസൈറ്റിയെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു അന്വേഷണം പോലും ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ സർക്കാർ, കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ നടത്താൻ തയ്യാറായിട്ടില്ല. പിന്നെ ഈ പരാതികൾ കിട്ടിയതിന് ശേഷം ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ, അതിൻ്റെ ഗുണമേന്മ പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല. ഈ ഊരാളുങ്കൽ സൊസൈറ്റി നിർമ്മിച്ച എത്രയോ കെട്ടിടങ്ങൾ തകർന്നു വീണു, എത്രയോ പാലങ്ങൾ പൊളിഞ്ഞുപോയി, എത്രയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോടികളുടെ നഷ്ടമായി. ഇതാരുടെ പൈസയാണ്? ഇതാരുടെ പണമാണ്? ഇത് സർക്കാരിൻ്റെ പണമാണ്, പൊതുഖജനാവിലെ പണമാണ്. അപ്പോൾ ഇതിനെതിരെ ഒരു അന്വേഷണം നടത്തണം. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വിഷയത്തിലോ ഒരു നിർമ്മാണ പ്രവർത്തനത്തിലോ മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലമായി ഊരാളുങ്കൽ സൊസൈറ്റി നടത്തിയ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും, അത് സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്, സർക്കാർ ബോർഡ്, കോർപ്പറേഷൻ പോലുള്ള വിവിധ സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളിലൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെയുള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ മറ്റു ഒരു നിർമ്മാണ കമ്പനികൾക്കും, സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു നിർമ്മാണ കമ്പനികൾക്കും നിർമ്മാണ മേഖലകൾക്കും ഒരു തൊഴിലും ഒരു പണിയുമില്ലാത്തപ്പോൾ അവർ വെറും നോക്കുകുത്തിയായിട്ടിരിക്കുമ്പോൾ മുഴുവൻ കൺസ്ട്രക്ഷനും ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ ഇൻ്റർലോക്ക് മാറണമെങ്കിൽ പോലും
ഒരു കൊട്ടേഷനുമില്ലാതെ, ഒരു ടെൻഡറുമില്ലാതെ, ഒരു വിലപേശലുമില്ലാതെ, അവിടെയാണ് ഈ ക്രമക്കേടും അഴിമതി എന്ന് പറയുന്നത്. ഈ ഊരാളുങ്കൽ സൊസൈറ്റി എടുത്തിട്ടുള്ള 50,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ഈ കൺസ്ട്രക്ഷൻ 10 വർഷത്തിനകത്ത് എടുത്തിട്ടുള്ളതിൽ 99.9% കൊട്ടേഷനും ടെൻഡറൊന്നും ഇല്ലാതെയാണ്. അതായത് പർച്ചേസ് മാനുവലോ കൺസ്ട്രക്ഷൻ മാനുവലോ കൊട്ടേഷൻ മാനുവലോ ഒന്നും പാലിക്കാതെയുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എത്രയോ റോഡുകൾ പൊളിഞ്ഞു, 1, 2, 3 50-ൽ പരം റോഡുകൾ പൊളിഞ്ഞതായിട്ട് ഈ കഴിഞ്ഞ 10 വർഷം റിപ്പോർട്ട് വന്നു. പണികൾ പൂർത്തിയാക്കാതെ ഈ ഊരാളുങ്കൽ സൊസൈറ്റി പൈസ മാറിപ്പോയിട്ടുണ്ട്, സർക്കാർ പൈസ അനുവദിച്ചിട്ടുണ്ട്. പണി പൂർത്തിയാകാത്ത ഒരുപാട് ഉണ്ട്, നിരവധി സാധനങ്ങളുണ്ട്. അതായത് ഇവർ 6 മാസം പറയും, 6 വർഷമായിട്ടും പണി പൂർത്തിയാകാത്ത സംവിധാനങ്ങളുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച 2 ആഴ്ചയ്ക്ക് മുമ്പ് നിങ്ങൾ തന്നെ പോയി കണ്ടതാണ് വാൻറോസ് ജംഗ്ഷനിലെ സ്പോർട്സ് കായിക ഭവനം. വെറും 6 മാസത്തെ കൊട്ടേഷൻ, 6 മാസത്തെ വാക്ക് പറഞ്ഞിട്ടാണ് അവർ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പം 4 വർഷമായി. പക്ഷേ നിർമ്മാണ പ്രവർത്തനം 20% ആകുന്നതിന് മുമ്പേ അവർക്ക് മുഴുവൻ പൈസയും കൊടുക്കുന്നു. ഇവിടെയാണ് അഴിമതി, ഇവിടെയാണ് ക്രമക്കേട്. പിന്നെ സർക്കാർ ഒരു ടെൻഡർ ക്ഷണിച്ച് അതിലേറ്റവും കുറവ്, ബ്ലാക്ക് ലിസ്റ്റിലില്ലാത്ത ഏറ്റവും കുറവുള്ള ടെൻഡറാണ് സാധാരണഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ. അതായത് 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഏതൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും, ഏതൊരു പർച്ചേസിനും, ഏതൊരു സംവിധാനങ്ങൾക്കും മത്സരാധിഷ്ഠിതമായ ടെൻഡർ വേണമെന്നാണ് റൂൾസ് ഓഫ് ബിസിനസ്സിൽ പറയുന്നത്. അതായത് ഒരു സ്ഥാപനം 10 ലക്ഷം രൂപ കൊടുത്താൽ ആ പണി വേറൊരാൾ 8 ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അല്ലെങ്കിൽ 9,90,000 രൂപയ്ക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ആ 9,90,000 രൂപയ്ക്ക് ചെയ്യുന്ന ആളിനെ കൊടുക്കാൻ പറ്റൂ. സർക്കാരിൻ്റെ റൂൾസ് ഓഫ് ബിസിനസ് അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഒരു ടെൻഡറുമില്ലാതെ, ഒരു കൊട്ടേഷനുമില്ലാതെ, ഈ പണികളൊന്നും ഒരു പത്രപരസ്യം പോലും ചെയ്യാതെയാണ് ഊരാളുങ്കൽ സൊസൈറ്റി ഏൽപ്പിക്കുന്നത്. അതായത് ഊരാളുങ്കൽ സൊസൈറ്റിയും ഇടതുപക്ഷ പ്രസ്ഥാനവും കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണവും തമ്മിൽ അനിഷേധ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഒരു വലങ്കൈയായിട്ട്, സർക്കാരിൻ്റെ ഒരു ഏജൻസി ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ടെൻഡറും കൊട്ടേഷനും ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച്, അതായത് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം അന്വേഷിച്ചാൽ പോരാ. കാരണം ഇത് എക്സൈസ് വകുപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല ഇത് ചെയ്തേക്കുന്നത്, അതുപോലെ കായിക വകുപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ല ചെയ്തിരിക്കുന്നത്, അതുപോലെ വനം വകുപ്പിൻ്റെത് മാത്രമല്ല ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ മുഴുവൻ ഗവൺമെൻറ് വകുപ്പുകളിലും, ഗവൺമെൻറ് സംവിധാനങ്ങളും, പൊതുമേഖലാ സ്ഥാപനങ്ങളും, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലുമൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും, ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റും, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും, വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്നുകൊണ്ട് ഒരു വലിയൊരു അന്വേഷണം, ഒരു സ്പെഷ്യൽ ടീമിനെ രൂപീകരിച്ച് ഒരു അന്വേഷണം നടത്തണമെന്നാണ് ഞാൻ മുഖ്യമന്ത്രി കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ലഭിച്ച പ്രതികരണം എന്താണ്? അന്വേഷിക്കാം എന്നാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ പലപ്പോഴും ഇത് പെട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് ഒരു 1, 2, 3, 4 വിഷയങ്ങളിലാണ് പരാതികൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ പരാതി പോലും അന്വേഷിച്ചിട്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഊരാളുങ്കൽ സൊസൈറ്റിക്കെതിരെ നിരവധി പരാതികൾ ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും അന്വേഷിച്ചിട്ടില്ല. പല പരാതികളും എന്തായെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഇത് ഒരു മാറ്റം ഉണ്ടാകണം. കാരണം ഇതിലൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി എന്ന് പറഞ്ഞാൽ ലാവ്ലിൻ കേസ് എന്നാണ് പറയുന്നത്. ലാവ്ലിൻ കേസ് 370 കോടി രൂപയുടെ അഴിമതിയാണ് ലാവ്ലിൻ കേസ് നടന്നിരിക്കുന്നത്. ഇത് 25,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള അഴിമതിയാണ് ഇതിൽ പുറത്തു വരാൻ പോകുന്നത്. വ്യക്തമായ അന്വേഷണം നടത്തിയാൽ, ഇതിന് വിപുലമായ ഒരു അന്വേഷണ സംഘം ആവശ്യമാണ്, വലിയ ഒരു സമയവും ഇതിനാവശ്യമാണ്. കാരണം ഇവർ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 400-ലധികം കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. പരസ്യമായി, രഹസ്യമായി 150ഓളം കൺസ്ട്രക്ഷൻ ഇവർ ചെയ്തിട്ടുണ്ട്. ഇവർ കൺസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർ സബ്ബാണ് കൊടുക്കുന്നത്. ഇവർക്ക് അതിനുള്ള മാൻ പവറോ അതിനുള്ള സംവിധാനങ്ങളോ ഒന്നും ഇവർക്കില്ല. ഇവരെല്ലാം സബ്ബ് കൊടുത്താണ് ചെയ്യിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു വലിയൊരു അഴിമതിയാണ്. ഈ അഴിമതിയെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ പരാതി കൊടുത്തിരിക്കുന്നത്. ഒരു അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇവിടെ എടുത്തു പറയേണ്ടത്, ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് നൽകിയ പല നിർമ്മാണ പ്രവർത്തികളും ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. അതുകൂടാതെ നിലവിലുള്ള സർക്കാർ ഈ ലേബർ സൊസൈറ്റി നടത്തിയ അഴിമതികളും ക്രമക്കേടുകളും പുറത്ത് കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യമാണ് നിലവിലിപ്പോൾ മുഖ്യമന്ത്രിക്ക് മുൻപിൽ പരാതി എത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ
ഈ പരാതിയിൽ കൂടുതൽ നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.